അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ഇറ്റലി ട്രിപ്പിൽ നമ്മൾ നെക്സ്റ്റ് ഡേ പോകാൻ പോകുന്നത് വത്തിക്കാനിലേക്കാണ്. അതൊരു ചെറിയ, ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ രാജ്യമാണ്. അവിടെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് നമ്മളിങ്ങനെ പോകാനായിട്ട് ഉള്ള ക്യൂ ആണ് കാണുന്നത്. 7:30 തന്നെ രാവിലെ സെക്യൂരിറ്റി ചെക്കൊക്കെ തുടങ്ങും. അപ്പം മാർപ്പാപ്പ അവിടെയുള്ള സമയത്തൊക്കെ എല്ലാ ബുധനാഴ്ചകളിലും അവിടെ വരുന്ന വിശ്വാസികളെയും സന്ദർശകരെയൊക്കെ അഭിസംബോധന ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് അകത്തേക്ക് പ്രവേശിച്ചു. അപ്പോൾ നമ്മൾ മാർപ്പാപ്പനെ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമ്മുടെ ലോകത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഒരുപാട് വിസിറ്റേഴ്സും ടൂറിസ്റ്റുകൾ പിന്നെ വിശ്വാസികൾ ഒരുപാട് പേര് അവിടെ നമുക്ക് കാണാൻ പറ്റി. കുറച്ച് ഇന്ത്യൻസിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ മാർപ്പാപ്പ സൈഡിലുള്ള വഴികളിൽ കൂടെയൊക്കെ അവിടെ അങ്ങനെ ബാരിക്കേഡൊക്കെ വെച്ചേക്കുന്നതിലൂടെ നമ്മളത് പിന്നെ കിയാര മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഒരു ലെറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നമ്മൾ കൊടുത്തു. അപ്പോൾ അത് മാർപ്പാപ്പയുടെ സെക്യൂരിറ്റി വാങ്ങിച്ചു, അത് മാർപ്പാപ്പനെ കാണിച്ചു കൊടുത്തു. അതൊക്കെ നല്ലൊരു നമുക്ക് സന്തോഷം തരുന്നൊരു മൊമെൻ്റായിരുന്നു. ഈ ഒരു പേപ്പൽ ഓഡിയൻസ് കാണാനായിട്ട് വരുന്നവർക്ക് ഫ്രീ ടിക്കറ്റാണ്. നമുക്ക് വത്തിക്കാൻ്റെ വെബ്സൈറ്റിലൂടെ തന്നെ നമുക്ക് ആ ടിക്കറ്റ് എടുക്കാം. ഫ്രീ എൻട്രി ആണ്. കുറച്ച് അധികം സമയം നിൽക്കണം എന്നുള്ളൂ. അപ്പം സമ്മറൊക്കെ ആകുമ്പോൾ നമ്മൾ വെള്ളവും അതുപോലെ തന്നെ പല ഭാഷകളിലായിട്ട് അവിടെ പ്രാർത്ഥനകളും പിന്നെ നമ്മളെ ബ്ലെസ്സിങ്സും അതുപോലെ ഒരുപാട് സ്പീച്ചസൊക്കെ അവിടെ നമുക്ക് കേൾക്കാൻ സാധിക്കും ഈ ഒരു ടൈമിൽ. പിന്നെ ഒരു 10 മണിയൊക്കെ ആയി മാർപ്പാപ്പ നമ്മൾ കാണാൻ വന്നപ്പം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ പോയത് അവിടുത്തെ വത്തിക്കാൻ മ്യൂസിയത്തിലേക്കാണ്. ഒരു വർഷങ്ങളായിട്ട് മാർപ്പാപ്പമാർ കളക്ട് ചെയ്തിട്ടുള്ള ആർട്ടുകളും ആർക്കിയോളജി സംബന്ധമായിട്ടുള്ള റിച്ച് കളക്ഷൻസും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ പാപ്പമാരുടെ പ്രൈവറ്റ് വസതിയായിരുന്നു, പ്രാർത്ഥനയ്ക്കുള്ളൊരു സ്പേസും കൂടിയായിരുന്നു ഈ വാറ്റിക്കാൻ മ്യൂസിയം. പിന്നെ അതുപോലെ തന്നെ പോപ്പ് അലക്സാണ്ടർ 6 കമ്മീഷൻ ചെയ്തിട്ടുള്ള ഒരുപാട് കണ്ടംപററി ആർട്ട് കളക്ഷനായിട്ട് ഈ മ്യൂസിയം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത ഇവിടുത്തെ സിസ്റ്റൈൻ ചാപ്പലാണ്. അത് വത്തിക്കാൻ മ്യൂസിയത്തിൻ്റെ ഒരു ഭാഗമാണ്. 1473 അത് പണി കഴിപ്പിച്ചേക്കുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു സവിശേഷത അവിടെ മൈക്കലാഞ്ചലോയുടെ ഫ്രെസ്കോസ് പെയിൻറ്റിങ് ആയിട്ടുള്ള ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് അവിടെയുണ്ട്. അതൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ നമുക്ക് നല്ലൊരു അനുഭൂതിയാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ അവിടെ മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ പാപ്പൽ എലക്ഷൻ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒരുപാട് സെറിമണീസ് നടക്കും. അതുപോലെ തന്നെ ഇതൊരു മ്യൂസിയമാണ്. അതുപോലെ ടൂറിസ്റ്റുകൾക്ക് ഒരു ടൂറിസ്റ്റ് സൈറ്റായിട്ട് വിസിറ്റ് ചെയ്യാം. പിന്നെ അവിടെ ഡ്രസ് കോഡൊക്കെ പറയും, നമുക്ക് ഷോൾഡറും നീസൊക്കെ കവർ ചെയ്യണമെന്ന് പറയും. അങ്ങനെ നമ്മൾ മ്യൂസിയമൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങി. അങ്ങനെ വത്തിക്കാൻ മ്യൂസിയം കണ്ടു കഴിഞ്ഞ് നമ്മളൊരു ഉച്ചയുറക്കൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലിലേക്ക് വന്നത്. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് കത്തീഡ്രലാണ്. അവിടെ നമ്മൾ വത്തിക്കാൻ മ്യൂസിയത്തിൽ കണ്ട പോലെ തന്നെ മൈക്കലാഞ്ചലോയുടെ പെയിൻറ്റിങ്സും ഉണ്ട് അവിടെ. പിന്നെ ഞങ്ങൾ 2025 ഇവിടെ വിസിറ്റ് ചെയ്തത്. ആ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു ജൂബിലി ഇയറാണ്. അതായത് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 25 വർഷത്തിലൊരിക്കൽ അവിടുത്തെ ജൂബിലി ഒരു ഡോറ്, സീൽഡ് ഡോറ് മാർപ്പാപ്പ തുറക്കും. അതിലൂടെ നമ്മൾ പ്രവേശിച്ചാൽ, ഒരുങ്ങി പ്രവേശിച്ചാൽ നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ദണ്ഡവിമോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങളിതെല്ലാം ഈ സ്ഥലമൊക്കെ നിങ്ങൾ ഒരുപാട് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ ടി വിയിലൂടെ കണ്ടിട്ടുണ്ടാവും. നല്ലൊരു അനുഭവമായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത നിമിഷമായിരുന്നു. അതും ഡാഡീനെയും അമ്മേനെയും കൊണ്ടുപോകാൻ സാധിച്ചുള്ള ഒരുപാട് സന്തോഷവും ഒരുപാട് ബ്ലെസ്സിങ്ങുമായിട്ട് തോന്നിയ നിമിഷം തന്നെയായിരുന്നത്. അപ്പോൾ വത്തിക്കാനിലെ വിശേഷങ്ങൾ ഇവിടെ കഴിയാണ്. അപ്പോൾ ഇറ്റലിയിൽ തന്നെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.